രാവിലെ ഉറങ്ങി എണീറ്റത് കൊണ്ട് തന്നെ ശബ്ദം ഭയങ്കര ബാസ്. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 2 മാസം മുന്നേ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് മീൻസ് ഓരോ ചെറിയ ചെറിയ വ്ളോഗൊക്കെ ചെയ്തിട്ട് തുടങ്ങിയതാണ്. ഭയങ്കരമായിട്ടുള്ളൊരു ടോപ്പ് ലെവലിൽ എത്തിയിട്ടില്ലെങ്കിൽ കൂടെ ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു എന്താ പറയുക, നിങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുള്ളൊരു സപ്പോർട്ടുണ്ട്. അത് ഞാൻ വളരെയധികം സന്തോഷിക്കുന്നൊരു കാര്യമാണ്. എൻ്റെ ഏറ്റവും മെയിൻ കോഴ്സ് എന്ന് പറയുന്നത്, എന്നെ സംബന്ധിച്ച് ഇത് എങ്ങനെ കൊണ്ടുനടക്കണം എന്നുള്ളൊരു ഐഡിയ എനിക്കില്ല സത്യം പറഞ്ഞാൽ. ഇത് ഏത് രീതിക്ക് ഇത് മുമ്പോട്ട് കൊണ്ടുപോകണം, പിന്നെ എൻ്റേതായിട്ടുള്ളൊരു മാനസികമായിട്ടുള്ള ചില വെല്ലുവിളികൾ നേടുന്നുണ്ട്. മാനസിക രോഗം എന്നല്ലേ, ലൈക്ക് നമുക്ക് ഇങ്ങനത്തെയൊക്കെ ഇറങ്ങുമ്പോൾ ഒന്നാമത് ഞാൻ കുറേ കാലമായിട്ട് സിനിമ എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. അതിൻ്റെ റിസൾട്ടൊന്നും വീട്ടുകാർ കാണുന്നില്ല. അപ്പം അതിൻ്റേതായിട്ടുള്ള വീട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള ഒരു തരം, പക്ഷേ സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടുകാരൊരു ഓവർ പ്രഷറൈസ് ചെയ്തിട്ടില്ല ഇതുവരെ ഈ ഒരു കാര്യത്തിൽ. പക്ഷേ എങ്കിൽ കൂടെ അവരുടെ ചുറ്റുവട്ടത്തും നമ്മുടെ സറൗണ്ടിങ്സിലുള്ള ആൾക്കാരുടെ അടുത്തു നിന്ന് ഒരുപാട് ഇത്തരത്തിലുള്ളൊരു എന്തായി, എന്തെങ്കിലും വല്ലതും നടക്കോ എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സോ ആ ഒരു ടൈമിലാണ് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ എനിക്ക് വലിയൊരു പണി കിട്ടുന്നത്. പണി റിവീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ആസ് യൂഷ്വൽ കേരളത്തിലിപ്പോൾ ഒട്ടുമിക്ക ചെറുപ്പക്കാർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നൊരു പണിയാണ്. അപ്പോൾ ഇതാണ് ഇനി തൊട്ട് എൻ്റെ ലോകം. ഞാൻ യൂട്യൂബിൽ പ്രോപ്പറായിട്ടൊരു കോണ്ടൻറ്റ് വീഡിയോ പരിപാടീസ് പിടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ സെറ്റപ്പ് ആക്കാൻ വിചാരിക്കുന്നൊരു റൂം ഇതാണ്. അതെൻ്റെ വീട്ടിലൊരു ഏറ്റവും കുഞ്ഞു റൂമാണ്. നമ്മുടെ ഉള്ളത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ ഇതിൽ യൂട്യൂബ് ഷോർട്സിലായിട്ട് ഞാൻ തരാം, വരും ദിവസങ്ങളിൽ ഇട്ട് തരാം. ഒട്ടും സെറ്റപ്പ് അല്ല, കാരണം ഇതിനി പണിയെടുക്കണം. ഏകദേശം മൊത്തത്തിൽ എനിക്ക് തോന്നുന്നൊരു അറൗണ്ട് ഒരു 10-25,000 രൂപയുടെ പണി ഈ റൂമിൽ ഞാൻ എടുത്ത് വെക്കണം, ഒരു പ്രൈമറി പരിപാടിക്ക്. അതുപോലെ തന്നെ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഫോൺ എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ S24 ആണ്. ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് നമ്മുടെ ഐഫോണിൽ നിന്നാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇനിയുള്ള യൂട്യൂബിലേക്കുള്ള വീഡിയോ എടുക്കാനും ഇത് തന്നെ ആയിരിക്കും. ഞാൻ ഇതൊക്കെ പറയുന്നത് എനിക്ക് ഞാൻ കണ്ടിടത്തോളമുള്ള ഒരു നോർമൽ വ്യൂസ് ഉണ്ടല്ലോ, ലൈക്ക് നമ്മുടെ വീഡിയോ കാണുന്ന ഒരു 100 പേരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ഒരു കൺസെപ്റ്റ് ഒരു 10 ആൾ നമ്മുടെ വീഡിയോ കാത്തു നിൽക്കുന്നുണ്ടെങ്കിൽ ആ 10 ആളോട് നമ്മളെ ജെന്യൂനിറ്റി കാണിക്കുക, നമ്മുടെ ഉത്തരവാദിത്തം കാണിക്കുക എന്നുള്ളതാണ്. ആ 10 ആൾ നമ്മളെ ഓഡിയൻസാണ്, എൻ്റെ ഓഡിയൻസാണ്. അപ്പോൾ എൻ്റെത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇപ്പോൾ ലാസ്റ്റ് ഒരു നോമ്പോറയുടെ ഒരു ലോങ് വീഡിയോ ഇട്ട സമയത്ത് അതൊരു 300 സംതിങ് ആൾക്കാർ എന്തോ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. ഷോർട്സൊക്കെ കുഴപ്പമില്ലാതെ, ഷോർട്സ് നോർമലായിട്ട് കയറാം. നമ്മൾ ചില ഷോർട്സൊക്കെ നന്നായിട്ട് കയറും, ചിലത് കയറത്തില്ല. പക്ഷേ നോർമൽ ഇടുന്ന വീഡിയോയുടെ കാര്യം അങ്ങനെയല്ലല്ലോ. അത് കാണുന്നത് നമ്മുടേതായിട്ടുള്ള ജെന്യൂൻ വ്യൂസ് തന്നെ ആയിരിക്കും. അപ്പോൾ അത്തരത്തിൽ ഒരു കുഞ്ഞു ലോകം യൂട്യൂബിലുള്ളത് കൊണ്ടാണ്, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ നേരത്തെ പറഞ്ഞതുപോലെ ചെയ്യുന്നത്. ഈ റൂമിൽ നിന്നാണ് നമ്മൾ ഇനിയുള്ള യൂട്യൂബിലേക്കുള്ള കണ്ടൻറ്റ് വീഡിയോ ചെയ്യുക. ഞാനിത് എത്ര പെട്ടെന്ന് യൂട്യൂബിൽ ക്ലിക്കാവും എന്നൊന്നും ധാരണ എനിക്കില്ല. അപ്പോൾ ഞാനായാലും ആരായാലും വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആരായാലും നമ്മൾ എത്രത്തോളം പണിയെടുക്കുന്നു, എത്രത്തോളം നമ്മൾ ഇതിനു വേണ്ടി എഫേർട്ട് ഇടുന്നു, എത്രത്തോളം നമ്മൾ ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നു, പിന്നെ ചിലവാക്കുന്നത്. ലൈക്ക് ഇതിപ്പോൾ ഒരു ബിസിനസ്സായിട്ട് കാണുന്ന ആളാണെങ്കിൽ, നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഇതിൽ ഒരുപാട് പൈസ ചിലവാക്കേണ്ടി വരും. ഇപ്പോൾ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്ന ട്രൈപോഡായാലും ചെയ്യുന്ന മൈക്കാണെങ്കിലും എനിക്ക് 1 രൂപ പോലും ഇതിൽ നിന്ന് കിട്ടാണ്ട് ഉള്ള സമയം ഇത്. ഇപ്പോൾ ഇൻസ്റ്റാൻ്റെ കൈകാര്യം നോക്കിയാൽ ഇൻസ്റ്റയിൽ ഇപ്പോൾ വീഡിയോസൊക്കെ നന്നായിട്ട് കയറുന്നുണ്ടെങ്കിൽ കൂടെ എനിക്കൊന്നും പൈസ എന്ന് പറഞ്ഞ സാധനത്തിലൊന്നും കിട്ടുന്നില്ല. ഞാൻ പണിയെടുത്തിട്ട് ഉണ്ടാക്കുന്ന പൈസയിൽ നിന്ന് ഒരു ഭാഗം എൻ്റെ ഈ ഒരു പാഷൻ, എൻ്റെ ഈ ഒരു ആഗ്രഹത്തിന് വേണ്ടി മാറ്റി വെക്കുന്നു, അതിനു വേണ്ടി ചിലവാക്കുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ റൂമിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. റൂമിൽ ഇപ്പോൾ എനിക്കിപ്പോൾ നല്ലൊരു മേശയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ബാക്കി ഇത് മൊത്തം ഒന്ന് റീപെയിൻറ്റ് ചെയ്യണം എന്നില്ല. പക്ഷേ എന്തായാലും ഒരു പരിപാടി ആക്കും. കാരണം നമ്മുടെ ഈ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരുടെ റൂമൊക്കെ കാണുമ്പോൾ അത്രത്തോളം ഒന്നും ഇല്ലെങ്കിലും, അതുപോലത്തെ ഒരു വലിയ കസേരയൊന്നും തിരിയുന്ന വലിയൊരു ചെയർ മേടിക്കാൻ പറ്റിയില്ലെങ്കിൽ കൂടെ ഒരു മിനിമൽ പരിപാടി, ബേസിക് ആയിട്ടുള്ള പരിപാടി എനിക്ക് ചെയ്യണമെന്നുണ്ട്. കാരണം ഫ്രണ്ട്സുമായിട്ടുള്ള കുറച്ച് പോഡ്കാസ്റ്റ് പരിപാടിയും അങ്ങനത്തെ, പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് റിയാക്ഷൻ വീഡിയോസും ഒക്കെ ചെയ്യണമെന്നുണ്ട്. ഇന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്ത് തുടങ്ങാം എന്നുള്ള രീതിയിലാണ് ആക്ച്വലി തുടങ്ങിയത്. പക്ഷേ ഞാൻ
ആരാന്നറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്നെ പേഴ്സണലായിട്ട് അറിയാത്ത ആൾക്കാർ എൻ്റെ വീഡിയോ കാണുന്നുണ്ടാവില്ല. അവർക്ക് വേണ്ടി എന്നെ ഒന്ന് റിവീൽ ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ മെയിൻലി ഉദ്ദേശിക്കുന്നത്. സോ എൻ്റെ പേര് ജാസിർ ബിൻ ജലീൽ എന്നാണ്. ഞാൻ കോഴിക്കോട് ജില്ലയിലെ വടകര എന്ന് പറയുന്ന ഒരു കൊച്ചു പട്ടണത്തിൽ ജീവിക്കുന്ന വളരെ സൽസ്വഭാവിയും സൽഗുണ സമ്പന്നനുമായ ഒരു യുവാവാണ്. ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, എന്താ പറയുക, പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല എന്നും പറയുന്നില്ല, ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അഡ്വർടൈസ്മെൻറ്റിൻ്റെ പരിപാടി ചെയ്യുന്നുണ്ട്. അതോടൊപ്പം പിന്നെ റെഫറിയാണ്, ഫുട്ബോളിൻ്റെ റെഫറിയാണ്. അതിലുപരി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വരുന്ന ഈ വർഷം വരുന്ന ക്ലീ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനത്തെ കുറേയാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ. ഒരുപാട് നല്ല സുഹൃത്തുക്കളുള്ള, ഒരുപാട് മീൻസ് എനിക്കൊരു 10-15 നല്ല സുഹൃത്തുക്കളുണ്ട്, എൻ്റെ ക്ലോസ് ആയിട്ടുള്ള, വെരി വെരി ക്ലോസ് ടു മീ. ഞാനിപ്പോൾ ഇങ്ങനെ നിന്ന് നിങ്ങളുടെ മുമ്പിൽ ഇത്ര ഒരു പ്ലസൻറ്റിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന് 2 കാരണമാണുള്ളത്. ഒരു കാരണം എൻ്റെ കൂട്ടുകാരും, മറ്റൊരു കാരണം ഞാൻ യാദർച്ഛികമായിട്ട് എനിക്ക് ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയൊരു സമ്മാനമുണ്ട്. നമ്മൾ വിചാരിക്കാത്ത പണി ഇടയ്ക്ക് പഠിച്ചും തരും എന്നുള്ളതുണ്ട്. ലൈക്ക് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് നമുക്ക് വലിയ പണിയൊക്കെ തരും പഠിച്ചു. അങ്ങനെ ഒരു വലിയ പണി എനിക്ക് തന്നിട്ട് ഞാൻ ആകെ പെരങ്ങി തിരിഞ്ഞ് മറിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. സോ അതിനുശേഷം മുമ്പോട്ടുള്ള യാത്രയിൽ എന്നെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഫാമിലി കഷ്ടപ്പെട്ടിട്ടുണ്ട്. എൻ്റെ കൂട്ടുകാർ, അതിൽ എടുത്തു പറയേണ്ട ഒരു പേര് എന്ന് പറയുന്നത് എൻ്റെ സൈഫുവിൻ്റെ പേരാണ്. അപ്പോൾ അത് ഞാൻ എന്തായാലും ഇവിടെ പറയാൻ, ഈ വീഡിയോ ചിലപ്പം വലിയ കയറൊന്നുമില്ല, പക്ഷേ ഈ കാണുന്ന ആൾക്കാർ, എൻ്റെ വീഡിയോ കാണുന്നൊരു 100 ആൾക്കാർ ഇത് അറിയണം. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ഒരാളായിട്ടുള്ള സൈഫു ആണ് മെയിൻ, അവൻ തന്നെയാണ് മെയിൻ. അപ്പോൾ ബാക്കിയുള്ള ഒരുപാട് പേരുണ്ട്. എല്ലാവരെയും നമ്മുടെ വീഡിയോ വരും കാലങ്ങളിൽ ചെയ്യുന്ന വ്ളോഗിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ പറഞ്ഞു വന്നത്, അപ്പം അങ്ങനെ എൻ്റെ സുഹൃത്തുക്കളും അതുപോലെ തന്നെ ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്ന ആ ഒരു സംഭവം, ഈ 2 കാര്യങ്ങളിലാണ് ഇന്നിപ്പോൾ ഞാൻ വളരെ നല്ല രീതിയിൽ, ഇപ്പോൾ എനിക്ക് ഉറപ്പുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ എന്തായാലും ഷുവർ, ഈ അടുത്തൊന്നും ഇല്ലെങ്കിലും ഐ ഹാവ് എ സ്പേസ്. എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു സ്പേസ് ഇവിടെ ഉണ്ട് എന്നുള്ള ഒരു ധാരണ, ഒരു തിരിച്ചറിവ് എനിക്ക് നന്നായിട്ടുണ്ട്. പലരും പറഞ്ഞ് സംസാരിക്കുന്ന സമയത്ത് കുറച്ച് കൊളോക്യൽ ആയിട്ട് സംസാരിക്കാൻ നോക്കുക എന്നുള്ളത്. ബട്ട് ഞാൻ എന്നുള്ള പറയുന്ന ആൾ ഭയങ്കര എക്സ്പ്രസീവായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ തന്നെ അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചു. ഇടയ്ക്ക് ഞാൻ എത്ര തന്നെ അച്ചടി സംസാരിക്കാൻ നോക്കിയാലും ഇടയ്ക്ക് എൻ്റെ തായങ്ങാടി കയറി വരും. മീൻസ് എൻ്റെ കൊളോക്യൽ സ്ലാങ് കയറി വരും. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ പരിപാടികൾ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എന്നെക്കുറിച്ചുള്ളൊരു മിനിമൽ സാധനം. പിന്നെ ഫാമിലി സ്റ്റാറ്റസൊക്കെ മെല്ലെ അറിഞ്ഞാൽ പോലെ നമ്പറാണ്. അപ്പോഴാണ് പറഞ്ഞത് ഞാനാണ് എൻ്റെ ഉപ്പാൻ്റെ ഉപ്പാക്ക് ആദ്യം പറ്റിപ്പോയ മിസ്റ്റേക്ക് എന്ന് വേണം പറയാൻ. അല്ല കേട്ടോ, ഉപ്പാടെ മൂത്താൾ, പൻ്റെ മൂത്താൾ ഞാനാണ്. പിന്നെ ഒരു അനിയത്തി, അവളിപ്പം കോട്ടയം പാലയിൽ പഠിക്കുന്നു. ഈ മാസം കഴിയും, അടുത്ത മാസം എക്സാമാണ്. പിന്നെ ഉള്ളത് ഒരു ചെറിയ കുരിപ്പാണ്. എൻ്റെ ഇൻസ്റ്റയിൽ വീഡിയോ കാണുന്നവർക്ക് അറിയാം, എൻ്റെ ഒരു ചെറിയ അനിയനുണ്ട്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഒരു ഫാമിലി സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഉമ്മ ടീച്ചറാണ്, ഉപ്പാക്ക് ഇവിടെ നാട്ടിൽ സ്വന്തമായിട്ട് കടയും കാര്യങ്ങളൊക്കെയാണ്, ടൈലർ ഷോപ്പും കാര്യങ്ങളൊക്കെയാണ്. മാഷാല്ലാ, നമ്മളെ സംബന്ധിച്ച് വളരെ സന്തോഷത്തിൽ കഴിയുന്നൊരു, അതിനുള്ളൊരു ഫിനാൻഷ്യലി ആയാലും എല്ലാം കൊണ്ടും റാഹത്താണ്. പിന്നെ ഇതാണ്, വല്യപ്പാക്ക് അതിനുണ്ടായിരുന്നുകൊണ്ട് കാര്യമല്ല, പിന്നെ അത് ഞാൻ തന്നെ ആക്കണ്ടായിരുന്നു. ഫോർ മീ, ജാസിർ എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ച് ഇപ്പോൾ ഏൺ ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ സമ്പാദിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന എല്ലാ യുവാക്കളെയും പോലെയുള്ളൊരു സാധാരണക്കാരനായിട്ടുള്ള യുവാവാണ് ഞാൻ. ദെൻ മോസ്റ്റ് ഓഫ് ഓൾ ഐ എം എ സിനിമ പ്രാന്തൻ.
വരും കാലങ്ങളിൽ നല്ല നല്ല സിനിമകൾ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ച പോലെ ഞാൻ കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ എന്താ പറയുക, പോകുന്നിടത്തെല്ലാം ലൈക്ക് ഇൻസ്റ്റഗ്രാമിൽ എത്ര ഫോളോവേഴ്സ് ഉണ്ടോ, എന്താണ് നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലുള്ള കഴിവ്, സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ എത്ര പേര് ശ്രദ്ധിക്കുന്നു എന്നൊക്കെയുള്ളൊരു എന്താ പറയുക, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസാണ് ആൾക്കാരുടെ അടുത്ത് ഈ പറയുന്ന ഓഡീഷനൊക്കെ പോകുമ്പോൾ വരുന്നത്. അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് ഡിലേ ആയിട്ടല്ല, ബട്ട് വൺ ഡേ അഭിനയ ടൈം ആയേക എന്ന് പറയുന്നത് പോലെ, എങ്കളുക്കുമോ ഒരു ദിനം വരും എന്ന് പറയുന്നത് പോലെ എനിക്കും ഒരു ദിവസം വരും. ആ ദിവസത്തിനായി ഞാൻ കാത്തിരിക്കുന്നു. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അറിയാലോ, ഇനി ഇടയ്ക്കിടയ്ക്ക് വീഡിയോ വരും, അപ്പോൾ ബെല്ലൈക്കൺ അമർത്തുക എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളിൽ നിന്നും വിടവാങ്ങുന്നു. നിങ്ങളുടെ സ്വന്തം ജാസഫ് ബിൻ ജലീൽ. ടാറ്റ, ബൈ ബൈ.